നമസ്കാരം. അന്തം കമ്മികൾ മഹാപേടിത്തൊണ്ടന്മാരാണ്. ഈ അന്തം കമ്മികൾ അവർക്കാകെ അറിയാവുന്നത് സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തുക, വെല്ലുവിളിക്കുക, അപവാദ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ്. അവരുടെ നേതാവിനെയോ പാർട്ടിയെയോ സർക്കാരിനെയോ ഒക്കെ മാന്യമായ ഭാഷയിൽ പോലും മറ്റുള്ള ആരെങ്കിലും വിമർശിച്ചാൽ അവരെ വന്ന് തെറി വിളിക്കുക, കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം പറയുക, അവരുടെ അമ്മയ്ക്കും അച്ഛനും വിളിക്കുക, ഇതൊക്കെയാണ് അന്തം കമ്മികളുടെ ഒരു രീതി. ഇങ്ങനെ വിമർശിക്കുന്നവരെ ഇത്തരത്തിൽ അസഭ്യം പറഞ്ഞാൽ അവർ പിൻവാങ്ങി പൊയ്ക്കൊള്ളുമെന്നാണ് ഇവരുടെയൊക്കെ ധാരണ. ഒരു പരിധിവരെ അത് ശരിയുമാണ്. കാരണം ഇവരുടെ ഇത്തരം കുപ്രചരണങ്ങളുമൊന്നും താങ്ങാൻ പലർക്കും കഴിയില്ല. അതുകൊണ്ട് എന്തിനാണ് ഇതിൻ്റെ പുറകെ പോകുന്നത്, എന്തിനാണ് നമ്മൾ അഭിപ്രായം പറയുന്നത് എന്ന് കരുതി പലരും പിൻവാങ്ങിപ്പോകും. പക്ഷേ ഇതിലൊന്നും തളരാത്ത ചിലർ ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കുകയും ചെയ്യും. പക്ഷേ ഈ പിൻവാങ്ങിപ്പോയവരൊക്കെ പിന്നീട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മറുപടി കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ ഫലമാണ് പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്നതും വെറും 32 സീറ്റിലേക്ക് ഇടതുപക്ഷത്തിന് ചുരുങ്ങേണ്ടി വന്നതും. പക്ഷേ എന്നിട്ട് പോലും ഈ മണ്ടന്മാർ, ഈ അധമവർഗം ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും രാജ്യത്തെ ഏതൊരു പൗരനും ഉണ്ടെന്നുള്ള കാര്യം ഇവന്മാർക്ക് അറിയില്ല. ഇവർക്ക് ആകെ അറിയാവുന്നത് ഇത്തരത്തിൽ തെറി വിളിക്കാനും അസഭ്യം വിളിക്കാനും മാത്രമാണ്. ഞാനിത് പറഞ്ഞു തുടങ്ങിയത് അരുൺ ശിവൻകുട്ടി എന്ന ഒരു അധമനായ മാവേലിക്കരക്കാരനെ കുറിച്ച് പറയാനാണ്. ഈ അരുൺ ശിവൻകുട്ടിയുടെ പല പോസ്റ്റുകളും, അയാളെൻ്റെ സുഹൃത്തൊന്നുമല്ല, പക്ഷേ പല പോസ്റ്റുകളും സമൂഹ മാധ്യമത്തിൽ ഫേസ്ബുക്കൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാറുണ്ടായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എത്ര മോശപ്പെട്ട അല്ലെങ്കിൽ എത്ര വൃത്തികെട്ട വാക്കുകളാണ് അയാൾ ഉപയോഗിക്കുന്നത്. വൃത്തികെട്ടത് എന്ന് പോലും പറയാൻ കഴിയില്ല. ഒരു മനുഷ്യനെ എത്രത്തോളം അധപതിപ്പിക്കാമോ, ഒരു മനുഷ്യനെ എത്രത്തോളം അപമാനിക്കാമോ, അയാളെ ക്രൂരമായ വാക്കുകൾ കൊണ്ട് എങ്ങനെയൊക്കെ മുറിവേൽപ്പിക്കാമോ, അയാളെയും അയാളുടെ കുടുംബത്തെയും എത്രമാത്രം മോശമായി പറയാമോ, അങ്ങനെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് പറഞ്ഞയാളാണ് ഈ അരുൺ ശിവൻകുട്ടി. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പീഡന പരാതികൾ ഉയർന്നു വന്നിരുന്നു. അത് നിയമപരമായി അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ രൂപീകരിച്ച് രാഹുലിനെ പിന്തുടർന്നു പിടിച്ച് 18 ദിവസം ജയിലിലടച്ച സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കേസിൻ്റെ മെരിറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും ഈ അരുൺ ശിവൻകുട്ടിയുടെ ഈ രോഷവും ഈ വളരെ മോശമായിട്ടുള്ള ഭാഷാപ്രയോഗവും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ഞാൻ സംശയിച്ചിട്ടുണ്ട്, ഇനി ഇയാളുടെ ആരെങ്കിലും ആണോ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഈ കേസിൽ പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്കാണ് അയാളുടെ രോഷം. പിന്നീടാണ് മനസ്സിലായത്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോകാൻ കാരണം അയാളുടെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ എത്രമാത്രം മോശപ്പെട്ട വാക്കുകളാണ് അയാൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനമാണ്. അതിനുള്ള നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതിനെ ഞാൻ ഒരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല. അയാൾ ഒരു ജനപ്രതിനിധിയാണ്. അയാൾ ജാഗ്രത കാണിക്കേണ്ടിയിരുന്നു ഇത്തരം ബന്ധങ്ങളിൽ. പക്ഷേ നിർഭാഗ്യവശാൽ സംഭവിച്ചു പോയി എന്ന് കരുതി അയാൾക്കിനി ആത്മഹത്യ ചെയ്യാൻ അയാൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അയാൾ ജീവിക്കുന്നു. ഒരുപക്ഷെ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധമാണെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഇതെന്തെങ്കിലും സമൂഹത്തിന് മുന്നിൽ തെളിവുകളോടെ പുറത്തു വരുമെന്ന് അയാൾ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അയാൾ ഇപ്പോഴും ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും രണ്ട് വ്യക്തികൾക്ക് പരസ്പര ബന്ധത്തോടെയുള്ള ശാരീരിക ബന്ധം നമ്മുടെ നിയമം തന്നെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ അരുൺ ശിവൻകുട്ടിക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള അന്തം കമ്മികൾക്കോ ഒന്നും യാതൊരു റോളുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള ആക്രമണം തുടർന്നപ്പോൾ അവർ ആരോ പരാതി കൊടുത്തു. അങ്ങനെ ഈ കേസിന് വേണ്ടി ഹാജരാകാനായി അരുൺ ശിവൻകുട്ടി പത്തനംതിട്ട സൈബർ പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ വന്നപ്പോഴാണ് രസം. കാരണം ഇവൻ മുഖം തിരിച്ചറിയാനാകാത്ത രീതിയിൽ മൂക്കും വായും മൂടി ഒരു കറുത്ത കർച്ചീഫോ മറ്റോ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവനൊക്കെ എത്രമാത്രം ഭീരുക്കളാണ്. ഒന്നുകിൽ ഈ തെരുവ് പട്ടികളെപ്പോലെ കൂട്ടത്തോടു കൂടി വരും, അതല്ലെങ്കിൽ ഒളിച്ചിരുന്ന് ഇത്തരത്തിൽ കുപ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളും ഒക്കെ നടത്തും. ഇതാണ് അവരുടെ ഒരു ശൈലി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവനൊരു ധീരനായിരുന്നുവെങ്കിൽ, ഇവൻ അത്രയ്ക്കും ധൈര്യമുണ്ടായിരുന്നുവെങ്കിൽ ഇവൻ ആണുങ്ങളെപ്പോലെ വരണമായിരുന്നു. അവിടെ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിൽക്കണമായിരുന്നു. അവിടെ മുഖമൊക്കെ മറച്ചു കെട്ടിയിട്ടാണ് ഇവൻ വന്നു നിന്നത്. അപ്പോൾ മാധ്യമങ്ങൾ അവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ? ഞാൻ പരാതി കൊടുത്തു, ഞാൻ മെയിൽ വഴിയാണ് പരാതി കൊടുത്തത്. നേരിട്ട് കൊടുത്തിട്ടുണ്ടോ? നേരിട്ട് കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെയാണ് പരാതി കൊടുത്തത്?
SHOയ്ക്കും ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തോ? ഇല്ല, മെയിൽ വഴിയാണ് പരാതി കൊടുത്തത്. അപ്പോൾ പറയുന്നത് മുഴുവൻ നുണയാണെന്നുള്ള കാര്യം അതിൽ വ്യക്തമാണ്. അവന് പേടിയുണ്ട്, അവൻ്റെ കൂടെ പോലും ഒരു മനുഷ്യനുമില്ല. കാരണം യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല്ലുകൊള്ളുമെന്ന് പേടിച്ച് ഇവരാരും വന്നിട്ടില്ല. ഇവൻ പറഞ്ഞത് ഇവൻ അവിടെ ഹാജരാകാൻ വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ഇവനെ കയ്യേറ്റം ചെയ്തു, ഈ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ ലൈവിലാക്കി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ്. ശരി, അങ്ങനെ തന്നെ വെച്ചോ. കാരണം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു ചൊല്ലുണ്ടല്ലോ മലയാളത്തിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഇത് പറയുമ്പോൾ ഇപ്പോൾ യന്തം കമ്മികളൊക്കെ പറയും ഞാനൊരു കോൺഗ്രസ് കൊങ്ങിയാണ്, രാഹുൽ ഫാനാണെന്നൊക്കെ. ഞാൻ രാഹുൽ ഫാനൊന്നുമല്ല. ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ളവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്താൽ ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാർ വന്ന് വിളിക്കുന്ന തെറി അമ്മയ്ക്കാണ് ആദ്യം വിളിക്കുന്നത്. പക്ഷേ ഇവരൊക്കെ മുമ്പിൽ വന്നതെന്നാണ് അമ്മയ്ക്ക് വിളിക്കുന്നതെങ്കിൽ പിന്നീട് അവൻ ഒരിക്കലും മറ്റൊരാളുടെ അമ്മയ്ക്ക് വിളിക്കാത്ത രീതിയിൽ നമുക്കത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനുള്ള ചില കർമ്മങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഒളിച്ചിരുന്ന് ഇങ്ങനെ ഓരോരുത്തർ പ്രൊഫൈൽ കൂട്ടി വെച്ചിട്ട്, ഈ പ്രൊഫൈലൊക്കെ ഇവരുടെ പ്രൊഫൈൽ നോക്കുക, ഈ അന്തം കമ്മികളുടെ പ്രൊഫൈൽ കൂടുതലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പൂവ്, പുഴു, പൂമ്പാറ്റ, ചാണകം, വൈക്കോല്, ഇതൊക്കെയായിരിക്കും ഇവരുടെ പ്രൊഫൈൽ ചിത്രങ്ങളിലുള്ളത്. പേരോ ഏതെങ്കിലും AKG, ചെഗുവേര, കഞ്ചാവ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവരുടെയൊക്കെ പ്രൊഫൈൽ, ഇവരുടെ അക്കൗണ്ടിലെ പേര്. ഇനി കവർ പിക്ചർ ആണെങ്കിലോ പിണറായിയും അതുപോലെ ചെങ്കോടകവും ഒക്കെ ആയിരിക്കും ഇവരുടെ കവർ പിക്ചർ. ഇത് പൂട്ടി വെച്ചിട്ടാണ് വന്നിട്ട് നിരന്തരം ഇവരിങ്ങനെ മറ്റുള്ളവരെ തെറി വിളിക്കുന്നത്. ഈ തെറി വിളിക്കുന്നത് നമ്മളെപ്പോലുള്ളവർക്കൊരു ഊർജ്ജമാണ്. ചിലരൊക്കെ ഞാൻ പറഞ്ഞതുപോലെ പിൻവാങ്ങി പോകും, പക്ഷേ മറ്റു പലർക്കും ഇത് ഒരു ഊർജ്ജമാണ്. കാരണം ഇവന്മാർ ഒരു തെറി വിളിച്ചാൽ ഒരു 4 പോസ്റ്റുകൾ പിണറായി വിജയൻ്റെയും പാർട്ടി നേതാക്കളുടെയും അഴിമതിയും കൊള്ളരുതായ്മയും തന്നയില്ലായ്മ തരവും തല്ലികൊള്ളിത്തരവും എല്ലാം നമ്മൾ തുറന്നു കാണിക്കും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. മാന്യമായി സംവദിച്ചാൽ അവരോട് നമുക്കൊരു ബഹുമാനം തോന്നും. ഉദാഹരണത്തിന് 2-3 മാസങ്ങൾക്ക് മുൻപ് എൻ്റെ നാട്ടിലുള്ള ഒരുത്തൻ, ഞാൻ കണ്ടു മാത്രം പരിചയമുള്ള ഒരുത്തൻ, ഇത്തരത്തിൽ എന്നെക്കുറിച്ച് അപവാദ പ്രചരണങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ പ്രചരിപ്പിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമുള്ള കാര്യമില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ അവിടുത്തെ പാർട്ടിയിലെ നമുക്ക് പരിചയമുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു, ദയവ് ചെയ്ത് ഞാനും അവനുമായിട്ട് ഒരു പ്രശ്നവുമില്ല, എനിക്ക് അവനെ അറിയില്ല, നിങ്ങൾ അവനെ ഒന്ന് പറഞ്ഞു വിലക്കണം എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. എന്തായാലും ആ പോസ്റ്റ് അയാൾ പിൻവലിച്ചു. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അതാണ് ആൾക്കാർ കൂടുതൽ കണ്ടത്, അതും പിൻവലിച്ചു. പിന്നെ ഇവരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരാളെക്കുറിച്ച് ഒരു കുപ്രചരണം നടത്തി, കൂടുതലും പെണ്ണ് കേസുകളാണല്ലോ ഇവരുടെ ഇത്. കാരണം അവരുടെ ഒരു രീതി അതാണ്. അവരുടെ നേതാക്കളൊക്കെ ഈ പെണ്ണ് കേസിലൊക്കെ പെട്ടവരാണ് കൂടുതൽ പേരും. മുകേഷ്, PK ശശി, P ശശി, ഗോപി കോട്ടമുറിക്കൽ, അങ്ങനെ ഒരുപാട് പേര്, കുഞ്ഞഹമ്മദ്, അങ്ങനെയുള്ള ഒരുപാട് പേര്, കൂടുതൽ പേരും രഞ്ജിത്തൊക്കെ പെൺവിഷയത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു ആയുധമാണ് അവർ മറ്റുള്ളവർക്കെതിരെ പ്രയോഗിക്കുന്നത്. ഇപ്പം ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം മരണപ്പെട്ടു പോയിട്ട് തന്നെ ഇപ്പോഴും എന്ത് ക്രൂരമായിട്ടാണ് ഇവനൊക്കെ ഈ സമൂഹ മാധ്യമത്തിലൂടെ ആ മനുഷ്യനെ അവഹേളിക്കുന്നത് എന്ന് ഓർക്കണം. ഈ പറയുന്ന അരുൺ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ യഥാർത്ഥത്തിൽ എന്തായാലും പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എനിക്ക് എൻ്റെ വക ഒരു അഭിനന്ദനമുണ്ട്. ഇനി കുറച്ച് യൂട്യൂബർമാരുണ്ട്, അവർക്കൊരു ഓഫീസോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഉണ്ടാകില്ല. ആകെ ഉണ്ടാകുന്നത് കുറേ വിവരക്കേടും ഒരു മൊബൈലുമായിരിക്കും. ഈ മൊബൈൽ വെച്ചിട്ടാണ് ഈ വിവരക്കേട് മുഴുവൻ എഴുന്നള്ളിക്കുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മയെക്കുറിച്ച്, രാഹുൽ മാങ്കൂട്ടത്തലിനെക്കുറിച്ച് നിരന്തരം അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ചിലരൊക്കെ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളെ 2 ദിവസം മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. അവിടെയും യൂത്ത് കോൺഗ്രസ്സുകാർ ഇയാളെ പഞ്ഞിക്കിട്ടു. യഥാർത്ഥത്തിൽ നമുക്ക് ആരെയും വിമർശിക്കാം, പ്രത്യേകിച്ച് ഭരണകൂടത്തെയും പൊതുപ്രവർത്തകരെയും നമ്മുടെ ഭരണാധികാരികളെയും വിമർശിക്കാം. പക്ഷേ അതിനൊക്കെ ഒരു പരിധി വേണം. അവർ വ്യക്തിപരമായി അധിക്ഷേപിക്കരുത്. അവർ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ അഴിമതി കാണിച്ചാൽ തന്നെ അതിന് സഭ്യമായ ഭാഷയിൽ നമുക്ക് തുറന്നു കാണിക്കാം. ഇപ്പോൾ പിണറായി വിജയനെ കുറിച്ചാണ് ഞാൻ ഏറ്റവും രൂക്ഷമായ ഭാഷ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ പോലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ മാന്യമായിട്ടുള്ള ഒരു മോശമായ ഭാഷയുണ്ടായില്ല. അദ്ദേഹം വിളിച്ച കാര്യങ്ങളാണ്. പരനാറി കൂലം കുത്തി നികൃഷ്ടജീവി, അദ്ദേഹം പലരെയും വിളിച്ചത് ഞാനും തിരികെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് പോലും ഞാൻ ഇത്തരത്തിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം മറ്റുള്ളവരെ അങ്ങനെ വിളിക്കാമെങ്കിൽ അതൊരു മാന്യമായ ഭാഷയാണ്, മാന്യമായിട്ടുള്ള അഭിസംബോധനയാണെന്ന് പിണറായി വിജയന് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ പലരെയും നികൃഷ്ടജീവി എന്നും കുലം കുത്തി എന്നൊക്കെ വിളിച്ചത്. അപ്പോൾ ആ വിളിക്ക് അദ്ദേഹവും അർഹനാണ്. എന്തായാലും പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എൻ്റെ വക അഭിനന്ദനങ്ങൾ. യഥാർത്ഥത്തിൽ ഇത്തരക്കാരെ ഈ രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. എന്തായാലും അരുൺ ശിവൻകുട്ടിയുടെ അക്കൗണ്ട് പൂട്ടിച്ചിട്ടുണ്ട്. അത് വലിയ അവനൊരു പവിത്രമായാണ് കണ്ടിരുന്നതെന്നും അത് പൂട്ടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് കൂടി പോസ്റ്റ് കൂടി കാണാനിടയായി. എന്തായാലും പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അഭിനന്ദനങ്ങൾ. ഇത്തരക്കാരെ ഈ രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ ഈ അരുൺ ശിവൻകുട്ടിയും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഒരു തിരുത്തലായിട്ട് എടുത്താൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം നഷ്ടപ്പെട്ടു, കമ്മ്യൂണിസം കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയന് പോലും തല്ല് കിട്ടാതെ രക്ഷപ്പെടുന്നത് അയാളുടെ ഒരു ഭാഗ്യവും പ്രായവും കൊണ്ടാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. ഈ ഗോവിന്ദനൊക്കെ ഇപ്പോഴും
രക്ഷപ്പെട്ട് നിൽക്കുന്നതും വിഡ്ഢിത്തരങ്ങൾ പറയുന്നതുമൊക്കെ അവർ മുതിർന്ന നേതാക്കളായതുകൊണ്ടും അവരുടെ പ്രായം പരിഗണിച്ചുമൊക്കെയാണ് ആൾക്കാർ പലതും ഒന്നും അയാളെക്കുറിച്ചൊന്നും പറയാത്തത്. അതുപോലെയല്ല ഇതുപോലെയുള്ള വിവരം കിട്ട വിവരദോഷികളായ അരുൺ ശിവൻകുട്ടിയെ പോലെയുള്ള അന്തം കമ്മികളും സൈബർ കമ്മികളും ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ഇല്ലെങ്കിൽ ഇനി ആൾക്കാരുടെ കൈക്ക് പണിയുണ്ടാക്കി വെക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റുള്ളവരെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം, അത് ഒരു മാന്യമായ ഭാഷയിലായിരിക്കണം, വിമർശിക്കാം, ഒരു വിഷയവുമില്ല. പക്ഷേ മറ്റുള്ളവരെ ജനിപ്പിച്ച അച്ഛനെയും അമ്മയെയും ഒക്കെ പറയുമ്പോൾ നിങ്ങളെപ്പോലെ അത് കേട്ടുകൊണ്ട് നിൽക്കാൻ എല്ലാവരും തയ്യാറായി എന്ന് വരില്ല. മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുകയും അവർ ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ നിങ്ങളുടെ മനോനില അനുസരിച്ച്, നിങ്ങൾ മനോവൈകൃതം അനുസരിച്ച് നിങ്ങളിത് പറയുമ്പോൾ നിങ്ങളും സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടവരാണെന്നും അത് മറ്റുള്ളവർ ഇതൊന്നും മറക്കില്ലെന്നുള്ള ഒരു ഓർമ്മ കൂടി അന്തം കമ്മികൾക്ക് ഉണ്ടായിരിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.